ഹായ്, എൻ്റെ പേര് ജംഷീർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഈ ലോകത്ത് സമാധാനം അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സമാധാനം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല ഒരുപാട് സമ്പത്തുള്ള ആളുകൾ, അതുപോലെ തന്നെ നല്ല ഫാമിലി ലൈഫുള്ള ആളുകൾ ഒക്കെ എന്നെ പേഴ്സണലായിട്ട് വന്ന് കാണാറുണ്ട്. സാറേ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് സമാധാനമില്ല. ഈ സമാധാനം കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ യൂട്യൂബിലൂടെ എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമാധാനം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിഷയം ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികളുടെയും മൈൻഡ് ഒരു സർക്കിളിലാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് എല്ലാവരുടെ മൈൻഡും ഒരു സർക്കിളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരാളുടെ മനസ്സിൽ അദ്ദേഹത്തിന് സന്തോഷവും അദ്ദേഹത്തിന് സമാധാനവും ഉണ്ടാക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിന് എന്ത് കിട്ടുള്ളൂ? സന്തോഷം കിട്ടുള്ളൂ, അല്ലെങ്കിൽ സമാധാനം കിട്ടുള്ളൂ. കാരണം അയാളുടെ മനസ്സും നമ്മുടെ മനസ്സും തമ്മിൽ എന്താണ്? കണക്റ്റഡ് ആണ്. ഈ ലോകത്ത് എല്ലാവരുടെ മനസ്സും തമ്മിൽ എന്താണ്? കണക്റ്റഡ് ആണ്. അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരുടെ മനസ്സ് സന്തോഷിക്കണം, അല്ലെങ്കിൽ അവരുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഡബിൾ സന്തോഷം എന്ത് കിട്ടും? നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഡബിൾ സമാധാനം നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ചെയ്യാൻ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അപ്പോൾ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുക, ദാനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ. അത് 1 രൂപയാണെങ്കിൽ ആ 1 രൂപ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം. അപ്പോൾ 1 രൂപയൊന്നും ഇന്ന് കൊടുത്താൽ ചിലപ്പോൾ ചില പിച്ചക്കാരെന്ത് ചെയ്യില്ല? വാങ്ങിക്കില്ല. അങ്ങനത്തെ ആളുകളുണ്ട്. അവർക്ക് എന്ത് ചെയ്യരുത്? 1 രൂപ പോലും കൊടുക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ 10 രൂപയോ 100 രൂപയോ 1000 രൂപയോ 2000 രൂപയോ നിങ്ങളാൽ കഴിയുന്ന എത്രയാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥതയോട് കൂടിയിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു സന്തോഷം അനുഭവപ്പെട്ടാൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മുടെ മനസ്സിന് അത് ഫീൽ ചെയ്യും. അവർക്കുണ്ടാവണം. അവർക്കുണ്ടായാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അത് ഫീൽ ചെയ്യും. അവർക്കുണ്ടായതിൻ്റെ ഡബിളാണ് നമുക്കുണ്ടാവുക എന്നുള്ളത് കൂടി ഓർക്കുക. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക? സന്തോഷിപ്പിക്കുക. അങ്ങനെ സന്തോഷിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല സമാധാനം എന്ത് കിട്ടും? നല്ല സമാധാനം നമുക്ക് കിട്ടും. ഒന്നാമത് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ സഹായിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് പല സാഹചര്യങ്ങളും നമുക്ക് സഹായിക്കാൻ പറ്റും. രണ്ടാമത് ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ നമുക്ക് സഹായിക്കാനായിട്ട് കഴിയില്ല എന്ന് വെക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കഞ്ഞിക്കൊത്ത വാക്ക് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കഞ്ഞി കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ കഴിയില്ല, എന്നാൽ അദ്ദേഹത്തെ സമാധാനത്തോട് കൂടിയിട്ട് ഇപ്പം എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ ഒരാൾ പൈസ ചോദിച്ചു വരികയാണ് വീട്ടിലേക്ക്. അപ്പോൾ എൻ്റെ പൈസ തരാനില്ല, വീട്ടിൽ ഭക്ഷണം ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക? ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അവർ വയറ് നിറയുമ്പോൾ എന്ത് ചെയ്യും? അവർ സന്തോഷിക്കും. അപ്പോൾ അവർ സന്തോഷിക്കുമ്പോൾ അവരുടെ മനസ്സ് സന്തോഷിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡബിൾ സന്തോഷം കിട്ടും. ഇത് ഞാൻ പറയാനുള്ള കാരണം എല്ലാവരുടെ മനസ്സും തമ്മിൽ കണക്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ ഓഫീസിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടി സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള നമ്മുടെ അയൽവക്കത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ അയൽപ്പക്കക്കാർ ഒക്കെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവരെന്ത് ചെയ്യുക? നമ്മുടെ വാഹനത്തിൽ കൊണ്ടുപോവുക. അങ്ങനെ ലിഫ്റ്റ് കൊടുക്കുക. ലിഫ്റ്റ് കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ സമാധാനിപ്പിക്കാൻ പറ്റും. അവർക്കൊരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അവരുടെ മനസ്സിലൊരു നന്ദി ഫീൽ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ മനസ്സിന് അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പോൾ ലിഫ്റ്റ് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത്, അനാഥരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യരുത്? നമ്മൾ മറക്കരുത്. അവരെ നമ്മളാൽ കഴിയുന്ന സഹായം എന്ത് ചെയ്യുക? അവർക്ക് ചെയ്യുക എന്നുള്ളത്. അവരെ സഹായിക്കുന്നതിലൂടെ, അനാഥർക്ക് കൊടുക്കുമ്പോൾ എന്താണ്? അവർക്ക് ആരും കൊടുക്കാനില്ല, അവരാരും സഹായിക്കാനില്ല. അപ്പോൾ അവരാരാണോ സഹായിക്കുന്നത് അവരോട് വളരെയധികം നന്ദിയുള്ളവരായിരിക്കും അവർ. അപ്പോൾ അവരുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സംതൃപ്തി അതിന് എത്രത്തോളം ഉണ്ടോ അതിൻ്റെ ഡബിളായിട്ട് അത് നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കിട്ടാനുള്ള കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, മൈൻഡും തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ളത്. അപ്പോൾ നാലാമത്തെ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്ക് റോട്ടിൽ പലപ്പോഴും സഹായം ചെയ്യാനായിട്ട് പറ്റും. അഥവാ ഒരാൾ നമ്മളോട് വഴി ചോദിക്കുന്ന സമയത്ത് അയാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ ചോദിച്ചതിനുള്ള ഒരു ഉത്തരം അയാൾക്ക് കിട്ടി, റൂട്ട് മനസ്സിലായെങ്കിൽ അയാളുടെ മനസ്സിലൊരു സമാധാനം ഉണ്ടാവും. ഇനി എനിക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സമാധാനം. ആ സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് അയാൾക്ക് കിട്ടിയതിൻ്റെ ഡബിള് സമാധാനം നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അതുപോലെ തന്നെ റോട്ടിൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കിടക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ അയാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിക്കുക. ക്യാമറയിൽ വീഡിയോ എടുത്ത് നിൽക്കാതെ എന്ത് ചെയ്യുക, അവിടെ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നെ ഇവിടെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ടാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സിന് നല്ല സമാധാനം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമുക്ക് പലപ്പോഴും റോഡ് മുറിച്ച് കടക്കാൻ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവരെ റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. റോട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അപ്പോൾ 4 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 5ാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ്സിൽ നമുക്ക് പലപ്പോഴും സഹായിക്കാനായിട്ട് പറ്റും. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ മുതിർന്ന ആളുകളെ നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എഴുന്നേറ്റ് കൊടുക്കുമ്പോൾ ആ മുതിർന്ന ആളുകൾ സീറ്റിലിരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അവരുടെ മനസ്സ് സന്തോഷിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിന് ആ സന്തോഷം എന്ത് ചെയ്യാൻ പറ്റും, അനുഭവിക്കാനായിട്ട് പറ്റും. നമ്മൾ ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, അപ്പം എന്ത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാവരുത് ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുക. സമ്മാനങ്ങൾ കൊടുക്കുന്നതിലൂടെ മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എന്ത് ചെയ്യുക, സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുക. ചോദിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, നമ്മൾ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കൊരു സർപ്രൈസ് ആവും. അപ്പോൾ അവരുടെ മനസ്സിന് വളരെയധികം സന്തോഷം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാരണത്താൽ നിങ്ങളുടെ ഭാര്യ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സമാധാനം എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ മനസ്സിന് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, കിട്ടും. അതുപോലെ തന്നെ പലപ്പോഴും സമ്മാനം എന്ന് പറയുമ്പോൾ വെറും ഗിഫ്റ്റുകൾ മാത്രമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ കൊടുക്കുന്ന അപ്രിസിയേഷൻ, അഥവാ ഇപ്പോൾ ഭാര്യ നമുക്ക് ഒരു ടീ ഉണ്ടാക്കി തന്നു, അല്ലെങ്കിൽ നല്ല ഭക്ഷണം പാചകം ചെയ്ത് തന്നു. ആ സമയത്ത് നമ്മളത് കഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതൊരു അപ്രിസിയേഷനാണ്. അതും അവർക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണ്. അതുകൊണ്ട് അവരുടെ മനസ്സ് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് അവരുടെ മനസ്സ് അവർക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടുതൽ സമാധാനം കിട്ടും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ സമ്മാനങ്ങൾ കൊടുക്കുക. സമ്മാനങ്ങൾ മാത്രമല്ല, അപ്രിസിയേഷൻ കൂടി ഒരു സമ്മാനമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത്. രോഗികളെ സന്ദർശിക്കുന്നത് മൂലം എന്ത് കിട്ടും, നമുക്ക് സമാധാനം കിട്ടും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത്, ഇനിയിപ്പോൾ കുറച്ച് അകന്ന ബന്ധമാണെങ്കിൽ പോലും നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നോട് ഇതിനേക്കാൾ കൂടുതൽ അടുപ്പമുള്ള ആളുകൾ പോലും എൻ്റെ അടുത്ത് വന്നില്ല, ഒരു 2 വാക്ക് സംസാരിച്ചില്ല, എനിക്ക് എങ്ങനെയുണ്ട് എന്ന് പോലും ചോദിച്ചില്ല. അപ്പോൾ നിങ്ങൾ ചെന്നതിൽ അവരുടെ മനസ്സിന് എന്തുണ്ടാവും, വളരെയധികം സന്തോഷം ഉണ്ടാവും. അങ്ങനെ അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ സന്തോഷത്തിൻ്റെ ഡബിൾ സന്തോഷം എന്തുണ്ടാവും, നിങ്ങളുടെ മനസ്സിന് കിട്ടും. അപ്പോൾ ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കൺക്ലൂഷൻ ഞാൻ പറയുകയാണ്, നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുക, അപ്പോഴാണ് നിങ്ങളുടെ മനസ്സിന് എന്തുണ്ടാവുക, സമാധാനം ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇത്രയും പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടി പറയാം. 1, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. 2ാമത് ഞാൻ പറഞ്ഞത് കഞ്ഞിക്കൊത്ത വാക്ക് എന്നുള്ള പോയിന്റാണ്. 3ാമതായിട്ട് ഞാൻ പറഞ്ഞത് ലിഫ്റ്റ് കൊടുക്കുക. 4ാമതായിട്ട് ഞാൻ പറഞ്ഞത് ദരിദ്രരെ എന്ത് ചെയ്യരുത്, ഒരിക്കലും മറക്കരുത്, അവരെ സഹായിക്കുക എന്നുള്ളത്. 5ാമതായിട്ട് ഞാൻ പറഞ്ഞത് റോട്ടിൽ പലപ്പോഴും നമുക്ക് സഹായം ചെയ്യാൻ കിട്ടും, അതെന്ത് ചെയ്യുക, പരമാവധി നമ്മൾ ആ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുമ്പോൾ പരമാവധി നമ്മൾ സഹായിക്കാനായിട്ട് തയ്യാറാവുക. 5ാമത് പറഞ്ഞത്. 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ബസ്സിൽ പലപ്പോഴും സഹായം
ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും. അത് മാക്സിമം എന്ത് ചെയ്യുക. ഏഴാമതായിട്ട് പറഞ്ഞത് സമ്മാനം കൊടുക്കുക എന്നുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൊടുക്കുന്നത് വഴി നമുക്ക് സമാധാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. എട്ടാമത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പേഷ്യൻസിന് അഥവാ രോഗികളെ എന്ത് ചെയ്യുക, സന്ദർശിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിന് എന്ത് കിട്ടും, സമാധാനം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് ഈ ലോകത്ത് നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് എന്നാണോ നിങ്ങൾ കാരണത്താൽ മറ്റുള്ളവർ സന്തോഷിക്കുന്നത്, അപ്പോഴാണ് നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റുള്ളവരെ സഹായിക്കുക, അത് ആത്മാർത്ഥമായിട്ട് തന്നെ സഹായിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ, thank you for watching this video. Thank you so much.